ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ദുബൈയിൽ സംസ്കരിച്ചു. ദുബായ് ന്യൂ സോനാപൂരിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിഭജികയുടെ അമ്മയും സഹോദരനും ചടങ്ങിൽ പങ്കെടുത്തു. വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബൈയിൽ നിന്നും എസ് രഞ്ജിത്ത് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞു. ഇനി തിരിച്ചെത്തേണ്ടത് വിഭജികയുടെ മൃതദേഹമാണ്. എപ്പോഴത്തേക്കായിരിക്കും മടക്കയാത്ര? നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനിയും ഇവിടെ കുറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, കോൺസുലേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം, തിങ്കളാഴ്ചയോടുകൂടി വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു വിവരമാണ് അല്പസമയം മുമ്പ് കോൺസുലേറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് വീണ്ടും നീണ്ടുപോകാനുള്ള ഒരു കാരണം, ഷാർജയിൽ നാളെ മുതൽ വാരാന്ത്യ അവധി തുടങ്ങുകയാണ്. 3 ദിവസം അവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മാത്രമായിരിക്കും ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടത്. പോലീസിന്റെ അടക്കം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമേ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് 4 മണിയോടുകൂടി വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം, വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുകയുണ്ടായി. ദുബായിലെ സോനാപൂർ ശ്മശാനത്തിലാണ് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഏറെ വികാര നിർഭരമായ ഒരു കാഴ്ചകളായിരുന്നു അവിടെ കാണാനായത്. ഈ കുഞ്ഞിന്റെ പിതാവ് നിതീഷിന്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഒപ്പം തന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചത്. വിഭജിയുടെ അമ്മയും അതുപോലെ തന്നെ വിഭജിയുടെ സഹോദരനും മറ്റു കുടുംബാംഗങ്ങളും എല്ലാം ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇനി ഉള്ളത് വിഭജിയുടെ മൃതദേഹം കേരളത്തിൽ എത്തിക്കുക എന്നതാണ്. തിങ്കളാഴ്ചയോടുകൂടി വിഭജികയുടെ മൃതദേഹം, അതായത് തിങ്കളാഴ്ച മാത്രമാകും, രാവിലെയാകും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വീണ്ടും ആരംഭിക്കുക. ഒരുപക്ഷെ തിങ്കളാഴ്ച രാത്രിയോടുകൂടി വിഭജികയുടെ മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. രഞ്ജിത്താണ് ദുബായിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേർന്നത്.